ഹലോ ഗൈസ്, വെൽക്കം ടു എ പുതിയ വ്ളോഗ്. ഓണമൊക്കെ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്, ഡ്രസ്സൊക്കെ എടുക്കണം. അപ്പം നമുക്ക് കുഞ്ഞാൻ്റെ അടുത്ത് ബൈ ബൈ ഒക്കെ പറഞ്ഞ് നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാം. ഞാനും ചേച്ചിയും അമ്മയും അച്ഛനൊക്കെ കൂടിയിട്ടാണ് പോകുന്നത്. നമുക്ക് കുറച്ച് ഡ്രസ്സാണ് മെയിനായിട്ട് എടുക്കാനുള്ളത്. അപ്പം ഇനി നേരെ ഷോപ്പിൽ എത്തിയിട്ട് വരാം. ഹലോ ഗൈസ്, ഞങ്ങൾ ഗണപതി സിൽക്സിലേക്ക് ഡ്രസ്സ് എടുക്കാൻ വന്നിരിക്കുകയാണ്. മേലേക്ക് നോക്കി നടത്താം. ആർക്ക് ഡ്രസ്സ് എടുക്കാൻ വന്നിരിക്കുന്നത്? എനിക്ക് പ്രസിൻ്റെ ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞു. ഇനി എനിക്കും അമ്മയ്ക്കാണ്. ഫസ്റ്റ് നമ്മൾ അമ്മയ്ക്ക് സാരി എടുക്കാനാണ് പോയത്. അവിടെ ആണെങ്കിൽ ഒടുക്കത്തെ ക്രൗഡായിരുന്നു. എല്ലാവരും ഡ്രസ്സ് എടുക്കാനുള്ള തിരക്കിലാണ്. നമുക്ക് ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ ഈ സാരി ഇഷ്ടപ്പെട്ട്. അങ്ങനെ അമ്മയ്ക്കത് വെച്ച് നോക്കിയപ്പോൾ അമ്മയ്ക്ക് നല്ലപോലെ ചേരുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫൈനലി ഈ സാരി അമ്മയ്ക്ക് വേണ്ടി മേടിച്ചു. അമ്മയ്ക്കുള്ള ഡ്രസ്സ് എടുത്തു. ഇനി നെക്സ്റ്റ് അമ്മമ്മയ്ക്കുള്ള ഡ്രസ്സ്. അമ്മമ്മയ്ക്ക് ഡ്രസ്സ് എടുക്കാനാണ് ബുദ്ധിമുട്ട്. കുറേ ഷെയ്ഡൊന്നുമില്ല, നമുക്ക് കുറച്ച് ഓപ്ഷൻ ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനെ എങ്ങനെയല്ലോ നോക്കിയിട്ട് അമ്മമ്മയ്ക്ക് ഒരു സാരി നമ്മൾ സെലക്ട് ചെയ്തു. കുഞ്ഞുവാവയ്ക്ക് ഡ്രസ്സ് എടുക്കാൻ വന്നാണ് അടുത്തത്. കുഞ്ഞുവാവൻ്റെ ഡ്രസ്സ് നോക്കാം ഗൈസ്, എന്ത് ഭംഗിയാ! തൊപ്പിയും സോക്സും എല്ലാം ഉണ്ട്. പൂ പോലെ ക്യൂട്ടായിരുന്നു. കുഞ്ഞുവാവയ്ക്ക് എടുക്കാൻ ഈ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടു. ഇത് വേണോ ഇത് വേണോ? ഈ ക്രീം കളർ എടുക്കാം. പിന്നെ നമ്മൾ ഉണ്ണിക്കുട്ടന് വേണ്ടി ഒരു ടീഷർട്ടും കൂടെ എടുത്തു. ഇവിടെ കുട്ടികളെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് വലിയൊരു ടെഡി ബിയർ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾക്ക് വേണ്ട ഡ്രസ്സെല്ലാം സെലക്ട് ചെയ്ത് കഴിഞ്ഞു. അടുത്ത ടാസ്ക് ബില്ലിംഗ് ആണ്. അവിടെ നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. എങ്ങനെയെല്ലാം കുറേ നേരം ലൈൻ നിന്നിട്ട് നമ്മൾ ബില്ല് ചെയ്തെടുത്തു. പിന്നെ അവിടെ ഒരു ലക്കി ഡ്രോൺ ഉണ്ടായിരുന്നു. അതിൽ ഗിഫ്റ്റ് കണ്ടോ ഗൈസ്? ഫെസിനോ സ്കൂട്ടി. ഞങ്ങൾക്ക് രണ്ടാൾക്ക് ഇഷ്ടമുള്ളൊരു സ്കൂട്ടിയാണത്. അത് കണ്ടപ്പോൾ തന്നെ ഞാൻ വേഗം പോയി എഴുതി ലക്കി ഡ്രോൺ ഇട്ടു. കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ. പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു ഗൈസ്. ഇനി ഓഫ് ടു വീട്. എവിടെ പോയാലും എൻ്റെ അമ്മ ആദ്യം നോക്കുന്നത് അവിടുത്തെ ചെടികളായിരിക്കും. അങ്ങനെ പാർക്കിങ്ങിൽ നിന്നപ്പോൾ ഒരു ചെടി കണ്ടിട്ട് അതും പറിച്ച് കൈ പിടിച്ചിരിക്കുക വീട്ടിൽ കൊണ്ട് നടാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഒരു കുഞ്ഞു ഹോട്ടൽ കണ്ടു. അപ്പം നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ കയറി. ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വന്നാണ് ഗൈസ്. ഇവിടെ മൊത്തം താമര, നല്ല രസമുണ്ട്. അയ്യോ, ഇതൊക്കെ നല്ല രസമുണ്ടല്ലേ. കുഞ്ഞു കടയാണ് ഗൈസ്, പക്ഷെ നല്ല ലൈറ്റൊക്കെ ഇട്ട് ചുറ്റും കുറേ ചെടികളെല്ലാം വെച്ചപ്പോൾ നല്ല ആംബിയൻസ്, നല്ല എസ്തെറ്റിക് വൈബുള്ള കട. അപ്പം നമ്മൾ അവിടെ ഇരുന്ന് ഫുഡ് ഓർഡർ ചെയ്തു. അങ്ങനെ ഞാൻ ഓർഡർ ചെയ്ത് തന്നെ മസാല ദോശ വന്ന്. അങ്ങനെ ഞാൻ കഴിക്കാൻ തുടങ്ങി. ഞങ്ങൾ കുറേ നാളായി ഇങ്ങനെ പുറത്ത് പോയി ഫുഡ് കഴിച്ചിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ചിട്ട്. ഞാനുണ്ടാകുമ്പോൾ ചേച്ചി ഉണ്ടാവില്ല, ചേച്ചി ഉണ്ടാകുമ്പോൾ ഞാനുണ്ടാവില്ല. അങ്ങനെ ഇന്നാണ് ഒരുമിച്ച് ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയത്. കുറേ നാളായി. അപ്പം എല്ലാവരുടെയും ഫുഡ് വന്ന്. എങ്ങനെയുണ്ടമ്മ ഫുഡ്? അവസാനമായിട്ട് നമ്മളൊരു ചോക്ലേറ്റ് ഷേക്കും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കൂടെ വന്നിട്ട് അതും കഴിച്ചു. വലിച്ച് സ്ട്രോനെയൊക്കെ കേട് വരുത്തി. അല്ല നീ തന്നെ കേട് വരുത്തി. അല്ല മര്യാദയ്ക്ക് ഒരു ഷേക്ക് കുടിക്കാൻ പോലും ഈ പെണ്ണിനെ അറിയില്ല. ഞാനല്ല അല്ല. എന്നിട്ട് പിന്നെ നമ്മൾ നേരെ വീട്ടിൽ വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ബൈ ബൈ ഗൈസ്.